സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് സുഖമാണോ? ഇന്നലത്തെ ക്ലാസ്സും ആക്ഷൻ സോങ്ങും ആരാധനയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ക്രിസ്ത്യൻ ധ്യാനത്തിൻ്റെ 2ാം ദിവസമായ ഇന്ന് നമുക്ക് പാപത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുമുള്ള ക്ലാസ്സുകൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യാമല്ലേ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവായ ദൈവമായിരിക്കും നിന്റെ നിത്യമായ പ്രകാശം. നിത്യപ്രകാശമായ ദൈവം തൻ്റെ അനുഗ്രഹങ്ങളാൽ നമ്മുടെ ഇന്നത്തെ ദിനത്തെ അനുഗ്രഹപൂർണ്ണമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ വിചിന്തനത്തിനായി എടുക്കുന്ന വിഷയം പാപം എന്നതാണ്. എന്താണ് പാപം? പാപത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ദൈവസ്നേഹത്തിന്റെ ലംഘനമാണ് പാപം എന്നതാണ് അതിന് നമ്മൾ ഏറെക്കുറെ കേട്ടിരിക്കുന്ന ഒരു നിർവചനം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏദൻ തോട്ടത്തിൽ ആദത്തെയും ഹവ്വയെയും ആക്കിയ ശേഷം ദൈവം അവരോട് പറയുന്നുണ്ട്, ഈ തോട്ടത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കാം, ആസ്വദിക്കാം. പക്ഷേ തോട്ടത്തിന്റെ നടുക്കുള്ള നന്മ തിന്മകളുടെ വൃക്ഷത്തിൽ നിന്നുള്ള ഫലം മാത്രം നിങ്ങൾ ഭക്ഷിക്കരുത്. അത് ഭക്ഷിക്കുന്ന ദിവസം നിങ്ങൾ മരിക്കും. അപ്പോൾ ദൈവസ്നേഹത്തിന്റെ ലംഘനമാണ് പാപം എന്നതിനൊപ്പരം നമ്മൊന്ന് മാറി നിന്നോട് ചിന്തിക്കുകയാണെങ്കിൽ എന്താണ് പാപം എന്നതിന് നമ്മുടെ ഏദേൻ തോട്ടത്തിലെ ആദത്തിന്റെയും ഹവ്വയുടെയും ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അതായത് ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്യുന്നു, അതാണ് പാപം. അതായത് ദൈവം അരുത് എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ശരിവെക്കുന്നു, ചെയ്യുന്നു, അപ്പോൾ അത് പാപമായി തീരുന്നു. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ ചിന്തിക്കുകയാണെങ്കിലും ദൈവം തിരുവചനങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ ഗുരുബോധര് മുതിർന്നവർ അവർ പറയുന്ന കാര്യങ്ങൾ, അരുത് എന്ന് പറയുന്ന കാര്യം ഏത് നമ്മൾ ചെയ്താലും അത് പാപമാണ്. അതിനുശേഷം വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ആബേലും കായേനും. ഇതിൽ കായേൻ ആബേനെ കൊന്നു കഴിയുമ്പം വീണ്ടും ദൈവത്തിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും പ്രകൃതിയിൽ നിന്ന് പോലും അകന്നു പോകുന്ന ഒരു കായേനെ കാണുന്നുണ്ട്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് എന്താണ് പാപമെന്ന്. നമ്മൾ മൊത്തത്തിൽ കേട്ടിരിക്കുന്ന ഒരു നിർവചനം, അതായത് ദൈവകൽപ്പനകളുടെ ലംഘനമാണ് പാപം. ഇനി നമുക്ക് ഓരോ കൽപ്പനകളിലേക്കും കടന്നു ചെന്നുകൊണ്ട് എന്താണ് ദൈവകൽപ്പനകളുടെ ലംഘനം എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അപ്പം 1-ാമത്തെ കൽപ്പനയിൽ പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് എന്നുള്ളത്. അപ്പോൾ ശരിക്കും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളാണ്. അപ്പം നമ്മൾ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ നേരിട്ട് കാണുന്നില്ല. പക്ഷേ നമ്മൾ വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് വേണ്ടി ഈശോ ജനിച്ചെന്നും പീഡകൾ സഹിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്തൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, അതായത് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തോട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാലം നമ്മുടെ അനുഭവങ്ങൾ വെച്ച് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ ആധുനിക ലോകത്തിൽ ഏറെക്കുറെ അറിഞ്ഞു അറിയാതൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്. അതായത് ദൈവത്തിൽ വിശ്വസിച്ചില്ലെങ്കിലും പ്രാർത്ഥിച്ചില്ലെങ്കിലും നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ കിട്ടും. പ്രാർത്ഥിച്ചില്ലെങ്കിലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ 2ാം സ്ഥാനത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മളിപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ ശരിക്കും എന്താണ് നിന്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു സമയം, പ്രാധാന്യം, അതൊക്കെയുണ്ട്. അത് ദൈവത്തിന് തന്നെ ഉള്ളതാണ്. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വീടുണ്ട്, നമ്മുടെ പപ്പയ്ക്ക് ഒരു വണ്ടിയുണ്ട്, എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ നമുക്ക് ആവശ്യത്തിനുള്ള പണമുണ്ട്, എല്ലാം ഉണ്ട്, ഞാൻ നന്നായി പഠിക്കും, നല്ല സ്കൂളിൽ പഠിക്കും, ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ കാലം, ഇക്കാലം വരെ നമ്മൾ ചിന്തിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താണ് ഹൈടെക് യുഗത്തിൽ അങ്ങേ അറ്റം വരെ എത്തി, അങ്ങ് ചന്ദ്രനിൽ പോകാൻ മാത്രം നമ്മൾ വളർന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ പിന്നോട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ കാണുക അല്ലേ, ഒരു പ്രളയം വന്നു, അതിനുശേഷം നിപ വൈറസ് വന്നു, ഇത് ഇപ്പം നമ്മൾ കോവിഡിന്റെ ലോകത്താണ്, ഇപ്പം വീണ്ടും അത് മാറിയത് ഒമിക്രോണിന്റെ ലോകത്ത് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു പരിധിവരെ ചിന്തിച്ച ഒരു കാര്യമുണ്ട്, ദൈവം ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളൊക്കെ വിജയിച്ചു പോകുന്നു. പക്ഷേ നമ്മുടെയൊക്കെ ആ ചിന്തയെ മാറ്റിമറിച്ചുകൊണ്ടാണ് അല്ലേ, നമുക്ക് മനുഷ്യന് ഒരു തരത്തിലും നിയന്ത്രിക്കാനാവാത്ത ഒരു പ്രളയവും ഒരു നിപ്പയും അതുകൂടാതെ കൊറോണ, ഒമിക്രോൺ വരെ എത്തി നിൽക്കുന്നു, നമ്മുടെ കൺട്രോളിൽ ഒന്നുമില്ല. ഇതൊക്കെ നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, അതായത് ദൈവം നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ പ്രവൃത്തികൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും കണ്ടുപിടുത്തങ്ങൾക്കും ഒരുപാട് അകലെയാണ്. അതായത് ഈ ഒരു നമ്മുടെ ചിന്തയിൽ ഒതുങ്ങുന്നവനല്ല ദൈവം. പക്ഷെ ദൈവത്തിന് അസാധ്യമായിട്ടും ഒന്നുമില്ല, മനുഷ്യൻ ദൈവത്തോളവും ഇല്ല. അപ്പം മൊത്തം നമ്മൾ ചിന്തിക്കുമ്പം നമുക്കറിയാം, നമ്മുടെ ലോകം മൊത്തം ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചൊരു കാലമാണ് നമ്മുടെ പ്രളയകാലം, അതോടൊപ്പം തന്നെ ഈ കോവിഡിന്റെ കാലവും. അപ്പം നമ്മൾ പെട്ടെന്ന് നമുക്കുണ്ട് എന്ന് കരുതിയതൊക്കെ നശിക്കാൻ ഒരു നിമിഷം മതി എന്ന് ചിന്തിക്കുന്ന കാലം. അപ്പം നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ ദൈവമാണ് മാത്രമാണെന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ കൂടെ ചേർത്ത് ചിന്തിക്കുമ്പം അതെങ്ങനെ പാപമാവുമെന്ന് ചോദിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം അല്ലേ, നമ്മുടെ കുടുംബ പ്രാർത്ഥനയുണ്ട്, ദിവ്യബലിയുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം നമ്മൾ ദൈവത്തിന് കൊടുക്കുക. അപ്പം നമ്മൾ പറയും ശരിക്കും പറഞ്ഞാൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മാജിക്കാണ് ക്രിസ്തു എന്ന് പറയും. അങ്ങനെ പറയാനുള്ള കാരണം ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം വില നമ്മൾ ദൈവത്തിന് കൊടുക്കണം. ഇപ്പം മൊത്തത്തിൽ പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ. എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സൗന്ദര്യവും നമ്മുടെ സമ്പത്തൊക്കെ തീരാൻ ഒരു നിമിഷം മതി. അപ്പം അത് ഓർമ്മയിൽ വെച്ചുകൊണ്ട് അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എല്ലാ കാര്യങ്ങളും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അപ്പം ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിന് കൊടുത്തുകൊണ്ട് ജീവിക്കുക, അതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രമാണത്തിൽ പറയുന്നത്. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ പ്രമാണത്തിലേക്ക് കടന്നു പോവുകയാണ്. അവിടെ കാണുന്നത് ദൈവത്തിന്റെ നാമം വൃഥ ഉപയോഗിക്കരുത് അല്ലെ. ഒരു കാര്യം അരുത് എന്ന് പറയുമ്പോൾ അതിനിപ്പുറം ചെയ്യേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. നമ്മൾ ദൈവത്തിന്റെ നാമം നിങ്ങൾ കുഞ്ഞു പ്രായത്തിൽ നിങ്ങൾ ഒത്തിരി വെറുതെ ഉപയോഗിക്കുന്നുണ്ടാവില്ല, പക്ഷെ അതിനപ്പുറം ഒരുപാട് അത്ഭുത ശക്തിയുടെ നാമമാണ് ഈശോ കർത്താവ് എന്നുള്ള നാമം. അതിനെ നമുക്ക് എങ്ങനെ കൂടുതൽ ജീവിതത്തിൽ ഉപയോഗിക്കാം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ദൈവം, ഈശോ, ക്രിസ്തു എന്നുള്ള വാക്കിനൊക്കെ ഒരുപാട് പവറുണ്ട്. നമ്മുടെ ആരെയും കൂടെ കാണുമ്പോഴൊക്കെ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അല്ലെ. നമ്മൾ പഴയ കാലങ്ങളിലൊക്കെയുള്ള നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ഗ്രാൻഡ് ഫാദേഴ്സിനോടൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അറിയാം, അവരൊക്കെ തമ്മിൽ ക്രിസ്ത്യാനികൾ പരസ്പരം കാണുമ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു കാലമൊക്കെ പോയി വീണ്ടും തിരികെ വരുന്നുണ്ട്. അപ്പം ഈശോ എന്ന നാമത്തിന് വൃഥ ഉപയോഗിക്കരുത്, വെറുതെ ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിനൊപ്പം തന്നെ നമ്മൾ കൂട്ടിച്ചേർക്കണം. അതായത് ആ ഒരു നാമത്തെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാം അല്ലേ. മുമ്പേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എല്ലാ കാര്യവും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങി നല്ല സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ പോകും. ഈ ഒരു പ്രായം നിങ്ങൾ പഠിക്കുന്ന പ്രായമാണ്, അപ്പം നന്നായി പഠിക്കുക. പിന്നെ എന്താണ്, ഏത് കാര്യത്തിന് വേണ്ടി ആരായിത്തീരാനാണ് ആഗ്രഹിക്കുന്നത്, ആ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഈ ദൈവം, ഈശോ എന്ന നാമമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അടുത്ത പ്രമാണത്തെ നമ്മൾ കാണുന്നുണ്ട്, എന്താണ്, കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഇത് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും അധികം കാണുന്നത് ഇപ്പൊ കണ്ടുവരുന്ന, കുറച്ച് നാളായിട്ട് കണ്ടുവരുന്ന കാര്യം നമ്മളറിയാം, ഞായറാഴ്ച പള്ളിയിൽ പോകണം. നമ്മുടെ ക്രിസ്ത്യാനികളുടെ നമ്മളൊരു പാരമ്പര്യമായിട്ട് കണ്ടുവരുന്നതാണ് അല്ലേ. അപ്പോൾ പെട്ടെന്ന് ഓർക്കും, ഞായറാഴ്ച പള്ളിയിൽ പോയാലേ പാപമാണോ? പാപമാണ്. അപ്പം ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ കടപ്പെട്ട ദിവസമാണ്. പക്ഷേ അവിചാരിതമായി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞായറാഴ്ചയാണ് നമ്മൾ കല്യാണത്തിന് പോകുന്നത്, ഷോപ്പിങ്ങിന് പോകുന്നത്, റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകുന്നത്, അങ്ങനെ ട്യൂഷന് പോകുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കർത്താവിൻ്റെ ദിവസത്തെ മാറ്റിവെച്ചു. മുമ്പേ പറഞ്ഞതിൻ്റെ ഒന്നുകൂടി ചേർത്ത് വെച്ച് പറയാൻ, കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ നടന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകത്തുള്ളൂ. കർത്താവിനെ മാറ്റി നിർത്തി ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊന്നും വിജയിച്ചിട്ടില്ല എന്നുള്ളതും സത്യമാണ്. അപ്പം ഞായറാഴ്ചത്തെ ദിവ്യബലി നമ്മൾ മുടക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സന്ധ്യാപ്രാർത്ഥന, അതൊക്കെയാണ് നമ്മുടെ ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുക എന്ന് പറയുമ്പോൾ അതൊക്കെ കൃത്യമായിട്ടും ചെയ്യുക എന്നുള്ളത്. അപ്പം നമ്മൾ എന്താണ്, നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ ദൈവത്തിനും നമ്മുടെ ആചാരങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു പ്രാധാന്യമുണ്ട്. അത് കൊടുക്കുമ്പോഴാണ് നമ്മൾ പാപം ചെയ്യാതിരിക്കുന്നതും
നന്മ ചെയ്യുന്നതും. ഈ പാപം ചെയ്യരുത് എന്ന് പറയുമ്പോൾ അല്ലേ, ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ പാപം ചെയ്യാനല്ല നിങ്ങൾ ഓടിപ്പോകുന്നത്, അതിനും ഇപ്പുറം കൂടുതൽ പുണ്യം ചെയ്യുക എന്ന ആ ഒരു ലെവലിലേക്കാണ് നമ്മൾ തിരിച്ചു വരേണ്ടത്. എങ്ങനെ എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ ഏതാണ് 4ാമത്തെ പ്രമാണം, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. അല്ലേ, നമ്മുടെ പേരൻസ് അല്ലെ, നമുക്ക് വേണ്ടി നമുക്ക് ആവശ്യം അവരുടെ പോലും സ്വപ്നങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മുടെ പേരൻസ് ഉണ്ട്. അവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവും അല്ലേ, അവരവരുടെ ജീവിതത്തിൻ്റെ നല്ല കാലത്തൊക്കെ ഒരുപാട് നമ്മുടെ വീടിന് വേണ്ടി നാടിന് വേണ്ടി അധ്വാനിച്ചവരാ. അവരോട് വർത്താനം പറയുക, അവരോട് കൂട്ടുകൂടുക, അവരെ ബഹുമാനിക്കുക, അവരെ ആദരിക്കുക, അതൊക്കെ വലിയ കാര്യങ്ങളാണ് അല്ലേ. പറഞ്ഞാൽ നമ്മൾ അവിടെ പാപം ചെയ്യാൻ പോവല്ല. അപ്പം നിങ്ങളുടെ മുതിർന്നവരെ, നിങ്ങളുടെ അധ്യാപകരെ, മാതാപിതാക്കളെയൊക്കെ ബഹുമാനിക്കുക, ആദരിക്കുക എന്നുള്ളതൊക്കെ പുണ്യമാണ്. അത് നമ്മുടെ മുതിർന്നവരെ ആദരിക്കുന്നതിലൊരു ആത്മീയതയുണ്ട്. അപ്പം നിങ്ങൾ ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ പറയുന്നത് കേൾക്കുക അല്ലേ. നമ്മുടെ അധ്യാപകരെ, മാതാപിതാക്കളൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്ന് കരുതി അതിനെ നമ്മൾ അനുസരിക്കും. അതിനുശേഷം വീണ്ടും നമ്മൾ മുമ്പോട്ട് നമുക്ക് കാണുന്ന 5ാമത്തെ പ്രമാണം, കൊല്ലരുത് അല്ലേ. നമ്മളാരും കൊല്ലാൻ വേണ്ടി പോകുന്നില്ല. പക്ഷേ നമ്മൾ എന്താണ് പറയുന്നത്, നമ്മൾ ഉപകരണം കൊണ്ട്, ആയുധം കൊണ്ട് കൊല്ലുന്നില്ലെങ്കിലും ഈ ഒരു പ്രമാണത്തോട് കൂട്ടിച്ചേർത്ത് നമ്മൾ കാണേണ്ടതാണ് എന്ത്, നാവ് കൊണ്ട് നമ്മൾ ആരെയും വിഷമിപ്പിക്കാതിരിക്കുക അല്ലേ. നമ്മുടെ കൂട്ടത്തിലുള്ളവരെയൊക്കെ നമ്മൾ നന്മ പറയുന്നത് അല്ലേ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എന്താണ്, നിങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ക്ലാസ്സിൽ ചെല്ലുമ്പം നമുക്കറിയാം, നമുക്കൊക്കെ എന്താണ് കാണാൻ നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ വലിയ വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളൊക്കെ നമ്മുടെ ഒരു ഗ്യാങ് ആയിട്ട് പോകും. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ക്ലാസ്സിൽ പലതരത്തിലുള്ള കുട്ടികളുണ്ടാവും. നല്ല നിറമുള്ള വെളുത്തവരുണ്ടാവും, കറുത്തവരുണ്ടാവും, നല്ല മിൽട്ടൻ്റെ ഫ്ലാസ്കിൽ വെള്ളം കൊണ്ടുവരുന്നവരുണ്ടാവും. അതേസമയത്ത് തന്നെ നമ്മുടെ ക്ലാസ്സിലുള്ള വേറൊരു കുട്ടി ഉണ്ടാവും, നമ്മുടെ സ്പ്രൈറ്റിൻ്റെ സദാ പച്ച കുപ്പിയിലെ ആ ഒരു കുപ്പിയിൽ വെള്ളം കൊണ്ടുവരുന്ന സദാ കുട്ടികളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടുകാരും ഗ്യാങ്ങൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും പാവപ്പെട്ട കുട്ടീനെ, ഒരുപാട് സൗന്ദര്യമില്ലാത്തൊരു കുട്ടീനെ, ഒരു പാവപ്പെട്ട എന്താണ് നമ്മുടെ സ്പ്രൈറ്റിൻ്റെ ഒരു കുപ്പിയിൽ വെള്ളം കൊണ്ടുവരുന്ന കുട്ടി, ആ കുട്ടിയൊക്കെ ചേർത്ത് നിർത്താൻ കാണുമ്പോൾ നിങ്ങളൊരു ഹായ് പറഞ്ഞാൽ മതി. അപ്പം ആരെയും മാറ്റി നിർത്താതെ എല്ലാവരോടും വേണ്ടുക. പിന്നെ നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾക്കൊക്കെ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഒരു അഭിനന്ദനം കൊടുക്കുക. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ കൊല്ലരുതെന്ന് പറഞ്ഞാൽ നമ്മളെ കൊല്ലാൻ പോണില്ല, പക്ഷേ വാക്കുകൊണ്ട് പോലും ആരെയും വേദനിപ്പിക്കാതെ എല്ലാവരെയും ചേർത്ത് നിർത്തുക, എല്ലാവരോടും കൂട്ടുകൂടുക, ആരെയും മാറ്റി നിർത്താതെ. അതാണ് നമുക്ക് ഈ കുഞ്ഞു പ്രായത്തിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള വലിയ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, മുതിർന്നവരെയും ഒപ്പമുള്ളവരെയൊക്കെ ആദരിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞു പ്രായത്തിൻ്റെ പുണ്യം അത് തന്നെയാണ്. അപ്പം ഇങ്ങനെ പറയും, അതായത് നിങ്ങളുടെ നാവിൻ തുമ്പിൽ നിന്നും നന്മ പടിയിറങ്ങി പോകരുത് അല്ലേ. ഇപ്പം നമ്മൾ എപ്പോഴും കുറച്ചൊക്കെ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ബി പോസിറ്റീവ്. അപ്പോൾ കൂടെയുള്ളവരോട് നന്മ പറയാം. അപ്പം നമുക്കറിയാം ചിലരൊക്കെ നമ്മുടെ അടുത്തോട് വരുമ്പോഴത്തേക്ക് ഭയങ്കര പോസിറ്റീവ് വൈബ്രേഷൻ വരും, ചിലരുടെ അടുത്തോട് പോയി അധികം നെഗറ്റീവ് വരും. അപ്പം നിങ്ങൾ എല്ലാത്തരം എങ്ങനെയാണ് ബി പോസിറ്റീവ് ആയിരിക്കുക. കൂടെയുള്ളവരെ കുറിച്ച് ഒരു കുഞ്ഞു നന്മ കണ്ടാൽ മതി. അപ്പോൾ അതൊന്ന് പറഞ്ഞാൽ തോളത്തൊന്ന് തട്ടുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്കും കിട്ടാനുള്ളത് കിട്ടും. അപ്പോൾ അതിനുശേഷം മുമ്പോട്ട് നമ്മൾ കണ്ടുപോകുന്ന പ്രമാണങ്ങൾ ഏതായാലും മോഷ്ടിക്കരുത് അല്ലേ. മോഷ്ടിക്കാൻ വേണ്ടി നമ്മുടെ കൈ നീളരുത് അല്ലേ. നമുക്ക് അർഹതപ്പെട്ടത് മാത്രം സ്വന്തമാക്കുക അല്ലേ. ഇന്ന് നമ്മളൊരു 10 രൂപയാണ് മോഷ്ടിക്കുന്നതെങ്കിൽ നാളെ നമ്മൾ ഒരു 10-25 വർഷം കഴിയുമ്പോഴത്തേക്കും ഒരു ജ്വല്ലറി മോഷ്ടിക്കുന്ന വലിയ കള്ളനായിട്ട് നമ്മൾ മാറും. അതുകൊണ്ട് ഇന്ന് കുഞ്ഞു കാര്യമാണ്, നാളെ അത് വലുതായിട്ട് മാറും. അപ്പം മോഷ്ടിക്കരുത്, നുണ പറയരുത് എന്നൊക്കെ പറയുമ്പം ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന കാര്യം, ഇന്നൊരു കുഞ്ഞു കാര്യം ചെയ്യും, പക്ഷെ അത് നാളെ വലിയ കള്ളത്തരായിട്ട് മാറും. അപ്പോൾ അതൊന്നും ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. ഈശോയ്ക്ക് മാത്രമല്ല, നമ്മുടെ നാട്ടിലായാലും വീട്ടിലായാലും ഒരു കള്ളനെ നമുക്ക് ആർക്കും ഇഷ്ടമില്ല അല്ലേ. ഓർത്ത് നോക്കി, നമ്മളൊക്കെ ആദരിക്കുന്നത് ആരെയാണ്? വിശുദ്ധരായിട്ടുള്ള മനുഷ്യരെ നമ്മളൊക്കെ ആദരിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് ആരാധനാപാത്രമുള്ള ഫിലിം സ്റ്റാർ അങ്ങനെയുള്ളവരൊക്കെ, അവരൊക്കെ സമൂഹത്തിൽ നന്മ ചെയ്യുന്നവരെയാണ് നമ്മൾ അധികം ചേർത്ത് നിർത്തതും ഒക്കെ. അതേസമയത്ത് ഒരു കള്ളൻ, ഒരു ജയിലിൽ കിടക്കുന്നവരെ നമ്മൾ ആരും സ്നേഹിക്കാറില്ല, ഇഷ്ടപ്പെടാറില്ല. അതുപോലെയാണ് ഒരു കുഞ്ഞ് കള്ളത്തരം ചെയ്യുമ്പം, ഒരു കുഞ്ഞ് എന്തെങ്കിലും ഒരു കുഞ്ഞ് സാധനം മോഷ്ടിക്കുമ്പോൾ ഒക്കെ നമ്മൾ അങ്ങനെ തന്നെ ആയിപ്പോവും. അപ്പോൾ എന്താണ്, മോഷ്ടിക്കരുത്, നുണ പറയരുത്. നിങ്ങളുടെ നാവിൻ തുമ്പിൽ നന്മ സൂക്ഷിക്കുന്നത് പോലെ നിങ്ങളുടെ കൈ കൊണ്ടും കാലുകൊണ്ടും ഒക്കെ ഒരു തരത്തിലും തിന്മയിലേക്ക് വീഴാതിരിക്കുക. അപ്പോൾ മൊത്തത്തിൽ എല്ലാ പ്രമാണങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഈശോ പറഞ്ഞത് എന്താണ്, നീ നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക, അതുപോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക. അതാണ് ഏറ്റവും വലിയ പ്രമാണവും പാപം ചെയ്യാതിരിക്കാനുള്ള ഏറ്റവും വലിയ മാർഗവും. അപ്പം നമ്മുടെ ഇന്ന് ഈ ഒരു പാപം എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് അവസാനമായിട്ട് ഒന്നേ പ്രാർത്ഥിക്കാനുള്ളത് എന്താണ്? അപ്പം നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുക, എൻ്റെ നല്ല ദൈവമേ, എൻ്റെ കണ്ണിനെ നല്ലത് കാണാനും ചെവിയെ നല്ലത് കേൾക്കാനും നാവിനെ നല്ലത് പറയുവാനും എൻ്റെ കയ്യിലൂടെ നല്ല പ്രവൃത്തികൾ ചെയ്യുവാനും എൻ്റെ കാലുകളിലൂടെ നല്ല വഴിക്ക് നടക്കുവാനും എന്നെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
ക്ലാസ് കേട്ട് നിങ്ങൾ മടുത്തോ?
എങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നിന്നിട്ട് നമുക്കൊരു ആക്ഷൻ സോങ് കളിച്ചാലോ? സന്തോഷത്തോടെ ഉത്സാഹത്തോടു കൂടെ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഹീറോ ആകാം.
ആക്ഷൻ സോങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്നാൽ നമുക്ക് ഒരു തവണയും കൂടെ നമുക്ക് ആക്ഷൻ സോങ് കളിച്ചാലോ?
മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുമസ് ആഘോഷമൊക്കെ കഴിഞ്ഞു അല്ലേ? ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ഉണ്ണീശോ വന്നു പിറന്നതിന്റെ സന്തോഷത്തിലായിരിക്കും എല്ലാവരും. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ആഘോഷങ്ങൾക്കിടയിൽ ഈ അവധിക്കാലത്ത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അല്പസമയം നമുക്ക് വിചിന്തനം ചെയ്യാം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആദ്യം നമ്മോട് പറഞ്ഞു തന്നത് ആരാണ്? പരിശുദ്ധാത്മാവിനെ കുറിച്ച് ലോകത്തെ പറഞ്ഞു പഠിപ്പിച്ചത് ഈശോയാണ്. ഈശോ പറഞ്ഞു, ഞാൻ പോയി കഴിയുമ്പോൾ ഒരു സഹായകനെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. അവൻ വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. സഹായകനായ പരിശുദ്ധാത്മാവ്, എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. നാം നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും പഠിക്കുമ്പോഴും നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നടക്കുന്നു. കുട്ടികൾ ഈശോയെ സ്നേഹിക്കാറുണ്ടോ? ഈശോയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെയും സ്നേഹിക്കണം. പുതിയ നിയമ കാലഘട്ടത്തിലാണോ പരിശുദ്ധാത്മാവ് ഉണ്ടായത്? അതിനു മുൻപ് പരിശുദ്ധാത്മാവില്ലേ? ഉത്തരം, ആദ്യം മുതലുള്ളവനാണ് പരിശുദ്ധാത്മാവ്. ആദ്യം മുതലുള്ളവനാണ് പരിശുദ്ധാത്മാവ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം, ദൈവത്തിന്റെ ചൈതന്യം ജലത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം ജലത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ആ ചലിച്ച ദൈവ ചൈതന്യമാണ് പരിശുദ്ധാത്മാവ്. ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് മെനഞ്ഞെടുത്ത് അവന്റെ നാസാരന്ധ്രങ്ങളിൽ നിശ്വസിച്ചു. ആ ദൈവത്തിന്റെ ശ്വാസമാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ സൃഷ്ടികർമ്മം മുതലേ പ്രവർത്തന നിരതനാണ് പരിശുദ്ധാത്മാവ്. പുതിയ നിയമത്തിൽ ഈശോയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ നാം എവിടെയൊക്കെ കാണുന്നു? ഈശോയുടെ ജനനം മുതൽ പരിശുദ്ധാത്മാവിനെ നാം കാണുന്നു. മാലാഖ മറിയത്തോട് പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അതിനുശേഷം മറിയം എലിസബത്തിനെ സന്ദർശിച്ചു. മറിയത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. ഒരു ദിവസം മേരി ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളുടെ മുന്നിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു. ദൈവമേ, ഞാൻ സ്വപ്നം കാണുകയാണോ? മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ് ഞാൻ. ദൈവമാണ് എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നത്. എന്താണ് സന്ദേശം? മേരി, നിനക്കൊരു സദ്വാർത്തയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. നിനക്കൊരു പുത്രൻ ജനിക്കും. അവൻ മനുഷ്യകുലത്തിന് മുഴുവൻ രക്ഷകനായിരിക്കും. അവനെ നീ യേശു എന്ന് നാമകരണം ചെയ്യണം. പക്ഷേ അതെങ്ങനെ സംഭവിക്കും? എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ. നീ ഭയപ്പെടേണ്ട. ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ നീ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. മറ്റൊരു സന്തോഷ വാർത്ത കൂടി ഞാൻ നിന്നോട് പറയാം. നിന്റെ അമ്മായി എലിസബത്ത് ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്നു. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് നീ അറിയുക. ഞാൻ സ്വപ്നം കാണുകയാണോ? എലിസബത്ത് അമ്മയ്ക്ക് ഒരു കുഞ്ഞുണ്ടാകുമെന്നോ? അമ്മായി എലിസബത്ത് ഗർഭിണിയാണെന്ന വിവരം കേട്ടപ്പോൾ മേരി അവരെ സന്ദർശിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മേരി എലിസബത്തിനെ കാണാൻ പുറപ്പെട്ടു. ഓ മേരിയോ, എനിക്ക് സന്തോഷമായി മോളെ. അമ്മായി, കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. എന്റെ ജീവിതത്തിലെ ഒരു സന്തോഷ അവസരത്തിലാണ് നീ എന്നെ കാണാൻ വന്നത്. സന്തോഷത്തിന്റെ കാരണം എനിക്കറിയാം അമ്മായി. ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് എന്നെ അറിയിച്ചതാണ് ഇക്കാര്യം. മേരിയുടെ ശബ്ദം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ സന്തോഷം കൊണ്ട് ശിശു കുതിച്ചു ചാടി. മേരി, നിന്റെ ശബ്ദം കേട്ടപ്പോൾ എന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. ദൈവമേ, എന്റെ ആത്മാവ് അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. വീണ്ടും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് ഈശോയുടെ മാമോദീസ വേളയിലാണ്. ഈശോയുടെ മാമോദീസ വേളയിൽ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ എഴുന്നള്ളി വരുന്നു. പിന്നീട് ശിഷ്യന്മാരിലേക്ക് ഈശോ അഗ്നിനാവായി പരിശുദ്ധാത്മാവിനെ അയച്ചു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പുതിയ നിയമത്തിൽ ഉടനീളം നമുക്ക് കാണാം.
യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ ഈശോ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന ഭാഗമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. സുവിശേഷത്തിൽ നിന്നും വായിച്ചറിയാൻ, പരിശുദ്ധാത്മാവിനെ കൂടുതൽ അറിയാൻ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം ഈ വചനഭാഗങ്ങൾ കുട്ടികൾ വായിക്കേണ്ടതാണ്. വീണ്ടും പന്തക്കൊസ്തായിൽ പരിശുദ്ധ അമ്മയോടൊപ്പം സഹിയോനൂട്ടുശാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരുടെ മേൽ അഗ്നിനാവായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവരെ അഭിഷേകത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു. ഈശോ ശിഷ്യന്മാരെ കൂടെ കൊണ്ടു നടന്ന് സ്വർഗരാജ്യത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു. പക്ഷേ ഒരു കാൽവരി അനുഭവം ഉണ്ടായപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ട് ഈശോയിൽ നിന്നും അകന്നുപോയി. അവർ ചിന്നിച്ചിതറിപ്പോയി. എന്തുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് ഇങ്ങനെ സംഭവിച്ചത്? അതുവരെയും അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ട കുട്ടികളെ, പന്തക്കൊസ്തായിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ആ ശിഷ്യന്മാരിൽ ഒരാൾ പോലും ഈശോയിൽ നിന്നുമുള്ള വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയേണ്ടതിന്റെ ആവശ്യകത വളരെ വ്യക്തമായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. നമുക്കും പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവേ, ഒരു പന്തക്കൊസ്ത അനുഭവം എനിക്കും തരണമേ. സഹായകനായി എപ്പോഴും പരിശുദ്ധാത്മാവേ എൻ്റെ കൂടെ നടക്കണമേ എന്ന്. പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, ജനമുണർന്നു വേല ചെയ്യുവാൻ. വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടങ്ങളിലും പരിശുദ്ധാത്മാവിനെ പ്രതീകങ്ങളിലൂടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് പറയാമോ, ഏതെല്ലാം പ്രതീകങ്ങളിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന്? അഗ്നി, പ്രാവ്, പ്രകാശം. ഇനി കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 694 ഖണ്ഡികയിൽ പരിശുദ്ധാത്മാവിന്റെ വിവിധങ്ങളായ പ്രതീകങ്ങളെ കുറിച്ചുള്ള സൂചനകളുണ്ട്. അതായത് അഗ്നി, പ്രാവ്, പ്രകാശം, അഭിഷേകം, കൈവിരൽ, എണ്ണ. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC 685 ഖണ്ഡിക ഇവിടെ വായിക്കാം. പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക എന്നതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് പരിശുദ്ധ ത്രിത്വത്തിലെ ഒരു വ്യക്തിയാണെന്നും പിതാവിനോടും പുത്രനോടും ഏകസത്തയായ ഒരു വ്യക്തിയാണെന്നും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും മഹത്വീകരിക്കപ്പെടുന്നവനുമാണെന്ന് ഏറ്റുപറയുക എന്നതാണ്. പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പിതാവിനോടും പുത്രനോടും ഏകസത്തയായ വ്യക്തിയാണെന്ന് പ്രഖ്യാപിക്കുന്നു, ആരാധിക്കപ്പെടേണ്ട വ്യക്തിയാണെന്ന് പ്രഖ്യാപിക്കുന്നു. അതാണ് പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം. ഓർക്കണം, എല്ലാ ദിവസവും
നാം ഏറ്റുപറയുന്ന കാര്യമാണ് ഞാൻ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. വിശ്വാസ പ്രമാണത്തിൽ 12 വിശ്വാസ സത്യങ്ങളാണ് നാം ഏറ്റുപറയുന്നത്. അതിൽ 8ാമത്തത് പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു എന്നതാണ്. ഇനി പരിശുദ്ധാത്മാവിനോട് നാം എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? നമുക്കറിയാം, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും ഒക്കെ നിറയാൻ നമ്മൾ പ്രാർത്ഥിക്കും. അതിന്റെ കൂടെ പരിശുദ്ധാത്മാവേ എനിക്ക് പരിശുദ്ധി നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എനിക്ക് പരിശുദ്ധി നൽകണമേ. വിശുദ്ധിയുടെ അടയാളങ്ങളായ ഫലങ്ങൾ എന്നിൽ നിറയ്ക്കണമേ. വിശുദ്ധിയുടെ അടയാളങ്ങളായ ഫലങ്ങൾ എന്നിൽ നിറയ്ക്കണമേ. നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ട് കൂദാശകളിലൂടെ. അതായത് മാമോദീസ, തൈലാഭിഷേകം, ഇവയിലൂടെയെല്ലാം നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിനോട് വിശുദ്ധിയോടെ ജീവിക്കാൻ. പരിശുദ്ധാത്മാവെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ അനുഗ്രഹിക്കണമേ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:8 പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവെ ശക്തിയായി ഞങ്ങളുടെ കൂടെ വരണമേ. പരിശുദ്ധാത്മാവെ ഓരോ നിമിഷവും അഭിഷേകത്താൽ നിറയ്ക്കണമേ. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ നീതിയിലും വിശുദ്ധിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. പഴയ ഞങ്ങളുടെ ജീവിത ചെയ്തികളെല്ലാം ഉരിഞ്ഞു കളഞ്ഞ് പുത്തൻ മനുഷ്യരായി തീരുവാൻ, പുതിയ വ്യക്തികളായി തീരുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ക്ലാസ്സുകൾ കഴിഞ്ഞു. ഇന്ന് നമ്മൾ കേട്ട ക്ലാസ്സുകളുടെ വെളിച്ചത്തിൽ പാപത്തെക്കുറിച്ച് നമ്മൾക്ക് കൂടുതൽ ബോധ്യമുള്ളവരായി തീരാം. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾക്കായി നമ്മൾക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഈശോയുടെ തിരുഹൃദയത്തിൽ പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. വിളക്കിൻ നടുവിൽ മാറത്തു പൊൻകച്ചയണി കാണുന്നേശുവേ ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും ഞങ്ങളുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ിലേക്ക് കണ്ണുകൾ ഉയർത്തും. എൻ്റെ രക്ഷകനായ ദൈവത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്നു പറഞ്ഞ മിക്കാ പ്രവാചകനെ പോലെ
ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളായ നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയിലേക്ക് ഒരു നിമിഷം കണ്ണുകൾ ഉയർത്താം. ഈശോയെ നമുക്ക് കണ്ണു തുറന്ന് കാണാം. ഓരോ നിമിഷവും ഈശോ നമ്മെ കാത്തു പരിപാലിക്കുന്നതിന് നമുക്ക് നന്ദി പറയാം. ഞാൻ ജീവൻ്റെ അപ്പമാണെന്ന് അരുളി ചെയ്ത് ദിവ്യകാരുണ്യമായി ഏറ്റവും നിസ്സാരമായ ഒരപ്പത്തിൻ്റെ രൂപത്തിൽ നമുക്ക് മുമ്പിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയോടൊപ്പം നാം ആയിരിക്കുമ്പോൾ ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം, ദൈവം മനുഷ്യനായി അവതരിച്ചത് എന്തിനായിരിക്കുമെന്ന്. ഉണ്ണീശോയുടെ പിറവിത്തിരുന്നാൾ നാം ആഘോഷിച്ചു കഴിഞ്ഞു. എന്തിനായിരിക്കും ദൈവമായ ഈശോ മനുഷ്യനായി നമ്മിൽ ഒരുവനായി തീർന്നത്? കുഞ്ഞു മനസ്സിൻ്റെ നിഷ്കളങ്കതയോടെ ദൈവത്തെ നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ മനസ്സും ദൈവവും ദൈവത്തിൻ്റെ മനസ്സ് കുഞ്ഞും അടുത്തറിയുന്നു. ദൈവത്തിൻ്റെ ഹൃദയവും കുഞ്ഞിൻ്റെ ഹൃദയവും അടുത്തിരിക്കുമ്പോൾ ദൈവം മനുഷ്യനായത് എന്തിനെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഈ നിമിഷം ഈശോ നമ്മുടെ കാതുകളിൽ മന്ത്രിക്കുന്നുണ്ട്, ഞാൻ മനുഷ്യനായത് കുഞ്ഞെ നിന്നെ സ്നേഹിക്കുവാൻ, നിന്നെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണെന്ന്. എല്ലാറ്റിലും ഉപരിയായി നമ്മെ സ്നേഹിക്കുന്ന, മനസ്സിലാക്കുന്ന ഈശോയുടെ അരികിൽ എൻ്റെ ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ശാന്തമായിരിക്കാം. ഈശോ തിരുവചനത്തിലൂടെ പറയുന്നുണ്ട്, നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് പരിപൂർണനായിരിക്കുന്നതുപോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിനെന്ന്. ഈശോ ആഗ്രഹിക്കുന്നത് എപ്പോഴും പരിപൂർണരായ, പരിശുദ്ധിയുള്ള കുഞ്ഞുമക്കളായി നമ്മൾ ജീവിക്കണമെന്നാണ്. നമ്മുടെ കൊച്ചു ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ തെറ്റുകൾ ചെയ്ത് ഈശോയെ മറന്നുപോയ നിമിഷങ്ങൾ ഉണ്ടാകാം. അതെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പിഞ്ചു കുഞ്ഞുങ്ങളായ നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ഈശോ നമ്മുടെ കുറവുകൾ കാണുമ്പോൾ അകന്നു പോകുന്നവനല്ല. കുറവുകൾ ഈശോയോട് ഏറ്റുപറയുമ്പോൾ, അവിടുത്തെ മുമ്പിൽ ചെറുതാകുവാൻ തയ്യാറാകുമ്പോൾ, ഹൃദയത്തിൽ എൻ്റെ പിഴ മന്ത്രവുമായി കൈകൾ നെഞ്ചോട് ചേർത്ത് മിഴികൾ ഉയർത്തി ക്രിസ്തുവിലേക്ക് നോക്കുവാൻ മനസ്സാകുമ്പോൾ, നമ്മെ ചേർത്ത് പിടിക്കുവാൻ വിരിച്ച കരങ്ങളുമായി ഈശോ നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മുടെ അരികിലായിരുന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ഈശോയോട് മനസ്സ് തുറന്ന് നമുക്ക് നമ്മുടെ കൊച്ചു കൊച്ചു വീഴ്ചകൾ ഏറ്റുപറയാം. കൊച്ചു കൊച്ചു പാപങ്ങൾ ചെയ്യുമ്പോൾ നാം ഈശോയെ ഒത്തിരിയേറെ വേദനിപ്പിക്കുന്നുണ്ട്. ഈ നിമിഷം ഈശോയുടെ അരികിലായിരിക്കുമ്പോൾ ഈശോയോട് പറയാം, ഈശോയെ ഞാൻ നിന്നെ ഇനി വേദനിപ്പിക്കുകയില്ല എന്ന്. ഈശോ നമ്മോട് പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന്. നമ്മുടെ കുഞ്ഞു ഹൃദയങ്ങളിൽ ഈശോ എന്നും വാഴാൻ
നമ്മുടെ പാപങ്ങളെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ച് ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞായി എന്നെ മാറ്റണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ കാരുണ്യവാനും സ്നേഹസമ്പന്നനുമാണ്. അവിടുന്ന് നമ്മുടെ എല്ലാ തെറ്റുകളും ക്ഷമിക്കും. നാം ഏറ്റുപറയണമെന്ന് മാത്രം. പാപങ്ങളെല്ലാം ഈശോയോട് ഏറ്റുപറഞ്ഞാൽ മാത്രമേ ഈശോയുടെ അനുഗ്രഹം നമുക്ക് കിട്ടുകയുള്ളൂ. പാപമില്ലാത്ത നല്ല കുഞ്ഞുമക്കളാകുമ്പോഴാണ് ഈശോ നമുക്കായി സമ്മാനമായി തന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ കൊച്ചു ജീവിതത്തിലേക്ക് കടന്നു വരൂ. സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുമെന്ന് തിരുവചനത്തിലൂടെ ഈശോ പറയുന്നുണ്ട്. കുഞ്ഞുമക്കളായ നമുക്ക് നന്മ തിന്മകൾ തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഈശോയുടെ കൂടെ ആയിരിക്കുന്ന ഈ നിമിഷം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നമ്മുടെ ജീവിതം നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം ഈശോയെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകി നമ്മെ അനുഗ്രഹിച്ചതിന് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഈശോ പറയുന്നുണ്ട്, ഞാൻ നിന്നെ വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്നു, ഇനി നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല എന്ന്. കുഞ്ഞുമക്കളായ നിങ്ങളെ ഈശോ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു പാപങ്ങൾ പോലും ഈശോയെ ഒത്തിരിയേറെ വേദനിപ്പിക്കുന്നുണ്ട്. ഇനിയുള്ള ജീവിതത്തിൽ ഈശോയെ വേദനിപ്പിക്കാതെ നന്മകൾ ചെയ്ത് പരിശുദ്ധിയുള്ള ഒരു മാലാഖ കുഞ്ഞായി ഞാൻ മാറുമെന്ന് ഈശോയ്ക്ക് നമുക്ക് ഉറപ്പ് കൊടുക്കാം. ഈശോയെ, എൻ്റെ മുന്നോട്ടുള്ള ഓരോ ജീവിത നിമിഷവും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് പാപക്കറകളില്ലാതെ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒപ്പം നാം ഈ ദിനങ്ങളിൽ ഈശോയുടെ കൂടെ ചെലവഴിക്കുമ്പോൾ ഈ ലോകം മുഴുവനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ജന്മം തന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവരെയും ഈശോയ്ക്ക് സമർപ്പിക്കാം. അതോടൊപ്പം ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഈശോയുടെ അനുഗ്രഹത്തിനായി സമർപ്പിക്കാം. ഏറെ പ്രത്യേകമായി ഈ ധ്യാനത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും അവരുടെ മുന്നോട്ടുള്ള ജീവിത സാഹചര്യങ്ങളെയും പഠന മേഖലകളെയും ഈശോയുടെ ആശീർവാദത്തിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ നിമിഷം ഈശോ നമ്മിലേക്ക് അളവുകളില്ലാതെ വർഷിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിൽ എന്നും അഭയമേകി കാക്കണമെന്ന പ്രാർത്ഥനയോടെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ഏറെ നന്ദിയോടെ സ്നേഹത്തോടെ ഈശോയെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനായി നമുക്ക് കരങ്ങൾ കൂപ്പാം, ശിരസ്സ് നമിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തോകണമേ വത്സല സുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരം. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് ആരാധനയെ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ സാധിച്ചോ? ഇന്നേ ദിവസം ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് അവസാനിക്കാം.